ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പൊ നിങ്ങൾ തമ്മിലും ക്യാപ്ഷനൊക്കെ കണ്ടപ്പോൾ തന്നെ ഒരു Q&A വീഡിയോ ആയിട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ 4 ദിവസം മുന്നേ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു Q&A ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരുപാട് കമന്റും കാര്യങ്ങളും വന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല, കുറച്ച് കമന്റും കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അതൊരു ബുക്കിൽ എഴുതിയിട്ടാട്ടോ വന്നിട്ടുണ്ടത്. അപ്പോൾ ഫോണിൽ നോക്കി വായിക്കാൻ ഒരുപാട് കമന്റ് ഒന്നുമില്ല, പക്ഷെ എനിക്ക് വീഡിയോ ചെയ്യാനുള്ള കമന്റും കാര്യങ്ങളും ഞാൻ കണ്ടു. അതുകൊണ്ട് തന്നെ ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് ശ്രീരാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അക്കൗണ്ട് നാട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫുൾ നെയിം, ഏജ്, പ്ലേസ്, ഫേവറേറ്റ് സബ്ജക്ട്. അപ്പൊ നമ്മൾ അതിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് ഒരുപാട് പേര് കാണുന്നത് മസ്റ്റായിട്ട് സബ്സ്ക്രൈബും ലൈക്കും ചെയ്യുക. പിന്നെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന ഇൻഫർമേഷനും കാര്യങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമന്റ് ഇടുക. ഞാൻ നെക്സ്റ്റ് പാർട്ട് 2 ചെയ്യണമെങ്കിൽ ചെയ്യാം, മേ ബി എനിക്ക് അറിയില്ല. അപ്പൊ നമുക്ക് നേരെ Q&Aയിലോട്ട് കടക്കാട്ടോ. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഫുൾ നെയിം, എന്റെ പേര് അഭിനന്ദൻ എന്നാണ്. എനിക്കിപ്പോ 17 വയസ്സാണ് കറന്റ്. പിന്നെ പ്ലേസ് വന്നിട്ട് മലപ്പുറം തിരൂരാണ്. ഫേവറേറ്റ് സബ്ജക്ട് ഫിസിക്സ്, ഇംഗ്ലീഷ്, ഈ 2 കേട്ടോ. പിന്നെ മലയൻസ് വ്ലോഗ് പറഞ്ഞിട്ടുള്ള ഒരു അക്കൗണ്ട് നിന്നാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഇനി ഗിവ് അവേ ഉണ്ടോന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്റെ മനസ്സിലൊരു സബ്സ്ക്രൈബേഴ്സിന് ഒരു ടാർഗറ്റ് ഉണ്ട്. ആ ടാർഗറ്റ് എത്തിയിട്ടാണ് ഞാൻ ഗിവ് അവേ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ആ ഒരു ടാർഗറ്റ് ആണ്. ആ ഒരു ടാർഗറ്റ് എത്തിക്കഴിഞ്ഞാൽ മേ ബി ഗിവ് അവേ ഉണ്ടായിരിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ക്രീമി മൂൺ പറഞ്ഞിട്ടുള്ള അക്കൗണ്ട് നാട്ടോ വന്നിട്ടുള്ളത്. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഞാൻ ഇപ്പൊ +2 കഴിഞ്ഞ്. സിസ്റ്ററിന്റെ നെയിം എന്താ നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട്, അഭിനയ എന്നാണ് പേര്. എന്റെ പേര് അഭിനന്ദ്, എന്റെ അനിയത്തിന്റെ പേര് അഭിനയ എന്നാണ്. അവളുടെ ക്ലാസ് ചോദിച്ചിട്ടുണ്ട്. അവളിപ്പോ +1 ആണ്. ഏജ് 15 ആണ് അവൾക്ക്, എനിക്ക് 17. റിയൽ നെയിം, എന്റെ പേര് അഭിനന്ദ്, അവളുടെ പേര് അഭിനയ. പിന്നെ ഇപ്പൊ ചോദിച്ചിട്ടുള്ള ഇപ്പൊ ഹാപ്പി ആണോ എന്നാണ്. കറന്റ് ഹാപ്പി ആണോ എന്നാണ്. ഇല്ല, ഹാപ്പി ആണോ? കുഴപ്പമില്ല. ഹാപ്പി ആണോ ചോദിച്ചാൽ അങ്ങനെ ഹാപ്പി അല്ല, എന്നാലും കുഴപ്പമില്ല. നെക്സ്റ്റ് ഷിബിമോൾ വൈ പറഞ്ഞിട്ടുള്ള ഒരു അക്കൗണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഗേൾ ഫ്രണ്ട് ഉണ്ടോന്നാണ്. ഗേൾഫ്രണ്ട് ഉണ്ടോ ചോദിച്ചാ ഇല്ല. ഉണ്ടോ? എനിക്കില്ല, എനിക്ക് ഗേൾഫ്രണ്ട് ഒന്നും ഇല്ല കേട്ടോ. പിന്നെ ഞാൻ ഇപ്പൊ പുറത്തുനിന്നാണ് വീഡിയോ എടുക്കുന്നത്. ഞാൻ ഇപ്പോഴും അകത്തുനിന്നാണ് എടുക്കാറ്. പുറത്തുനിന്ന് എടുക്കുമ്പോൾ നോയ്സും ബാക്ക്ഗ്രൗണ്ടിൽ നോയ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാട്ടോ പുറത്തേക്ക് വരാത്തത്. പക്ഷെ ഇപ്പൊ കുറച്ചൊന്ന് കുറഞ്ഞതുകൊണ്ട് പുറത്തുനിന്ന് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി നമ്മൾ വീഡിയോ ചെയ്യുന്നതിന്റെ ഇടയിലും നോയ്സും കാര്യങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ഷമിക്കുക കേട്ടോ. ഫോക്കസ് ഓൺ മീ, ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡൺ പറഞ്ഞിട്ടുള്ള ഒരു അക്കൗണ്ട് നാട്ടോ. ഡു യു ഫേസ് എനി ടൈപ്പ് ഓഫ് ഷെയിം ഫ്രം എനിവൺ? എന്നുവെച്ചാൽ വേറൊരാളിൽ നിന്ന് എന്തെങ്കിലും നാണക്കേടൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ടോ, ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ എന്നാണ്. ഓഫ് കോഴ്സ്, നമ്മൾ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ തന്നെ നമുക്ക് വലിയ സബ്സ്ക്രൈബേഴ്സും സപ്പോർട്ടും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഒരുപാട് ഷെയിംഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പറയാനാണെങ്കിൽ നമ്മൾ 1K ആവുന്നതിന് മുന്നേ തന്നെ എത്ര കളിയാക്കല്. സീരിയസ്ലി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമാണ് ആ ടൈം. ഞാൻ 10th ഒക്കെ ആണെങ്കിലും വീഡിയോസും കാര്യങ്ങളും ഇടയിലുണ്ട്. പക്ഷെ എനിക്ക് ഇടാനുള്ള ഒരു ഇൻസ്പിറേഷൻ ഓട്ടോമാറ്റിക്കലി വരുന്നുണ്ടെങ്കിലും നമ്മുടെ നല്ല രീതിയിൽ ഡ്രോപ്പ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയും നമ്മൾ ഒരുമാതിരി കളിയാക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടാവലുണ്ട്. അത് സ്വാഭാവികമാണ്. അതുപോലെ ഞാനും ഒരുപാട് കളിയാക്കലൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. എന്നാലും നമ്മൾ മുന്നേറി വരണം, അങ്ങനെയാണല്ലോ. പിന്നെ വേറെ ഈ വീഡിയോ എടുക്കണ, റീൽസ് എടുക്കണ ഒരാളായിരുന്നു. അപ്പോൾ റീൽസ് എടുക്കുന്നതിനെ കുറിച്ച് കളിയാക്കും, അങ്ങനെയൊക്കെ തന്നെ കളിയാക്കലൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചാനലിൽ ബേസ് ചെയ്തിട്ട് എന്തിനാണ് വീഡിയോ ഇടുന്നത്, ഒരു സപ്പോർട്ടും ഇല്ലാതെ വീഡിയോ ഇടുന്നത്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കളിയാക്കൽ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഒരു സിറ്റുവേഷൻ എടുത്ത് പറയണമെങ്കിൽ അതൊരു സെപ്പറേറ്റ് വീഡിയോ തന്നെ വേണ്ടി വരും. ആ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ഇട്ടോ. ഷെയിംലെസ്സും കാര്യങ്ങളും ഇപ്പൊ നമ്മളൊരു ഫാമിലി ഫംഗ്ഷന് പോവുകയാണെങ്കിൽ കൂടെ അവിടെ നിന്ന് ആ ഒരു ടോപ്പിക് എടുത്ത് വരും, ഓട്ടോമാറ്റിക്കലി വരും. ചിലവരൊക്കെ നമ്മളോട് ഒരു നോർമലായിട്ട് അല്ലെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യണ പോലെ സംസാരിച്ചു കഴിഞ്ഞാലും പക്ഷെ ഓരോരോ വേർഡ്സിൽ കുത്തി സംസാരിക്കുന്നവരുണ്ട്. അപ്പൊ അതൊക്കെ നല്ല രീതിയിൽ ഫേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. മൈ ഗോഡ്, സെന്റിമെന്റൽ ആൻഡ് സൈക്കോളജിക്കൽ മൂവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് അനിരുദ്ധ് പറഞ്ഞിട്ടുള്ള അക്കൗണ്ട് എന്നാണ്. യൂട്യൂബിൽ വരാനുള്ള ഒരു ഇൻസ്പിറേഷൻ അത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോവിഡ് ഒക്കെ വന്ന ടൈമിൽ അപ്പോഴാണ് നമ്മൾ ഫോണിൽ ഇങ്ങനെ യൂട്യൂബിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ കണ്ടുവരുന്ന ഒരു ടൈമിൽ തന്നെ ഞാൻ പേഴ്സണലി സ്കൂളിലൊക്കെ ആക്റ്റീവ് ആയിരുന്നു. +1 അത്ര ആക്റ്റീവ് അല്ലെങ്കിലും അതുവരെ നല്ല ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്റെ അനിയത്തി ഇങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവള് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജസ്റ്റ് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്താലോ. അപ്പൊ ജസ്റ്റ് അങ്ങനെ ഒന്ന് സ്റ്റാർട്ട് ചെയ്തതായിരുന്നു കേട്ടോ. അപ്പൊ എനിക്ക് ഈ ഒരു ഫീൽഡിലേക്ക് വരണതിന് ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവള് പറഞ്ഞു വന്നു, അങ്ങനെ ഇൻട്രസ്റ്റ് കൂടി. പിന്നെ ഒരു കളിയാക്കലുകൾക്കും നിൽക്കാതെ വന്ന് ഇവിടെ എത്തി. ഇതെത്തി പറയാന് വലുതായിട്ടൊന്നും എത്തിയിട്ടില്ല, എന്നാലും കുഴപ്പമില്ലാതെ സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് പേരെങ്കിലും ഉണ്ടെന്ന് അറിയുമ്പോൾ ഒരു സന്തോഷം. അത് അങ്ങനെയായിട്ട് ഇൻസ്പിറേഷൻ അനിയത്തി പറഞ്ഞതോട് കൂടിയാണ് ഞാൻ ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള കാര്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് അബ്ദുൽ ഖാദർ പറഞ്ഞിട്ടുള്ള ഒരു അക്കൗണ്ട് എന്നാണ്. വേർ ഇസ് യുവർ പ്ലേസ് എന്നാ ചോദിച്ചിട്ടുള്ളത്. പറഞ്ഞല്ലോ, മലപ്പുറം തിരൂരാണ്.
നെക്സ്റ്റ് ഡൻ പറഞ്ഞിട്ടുള്ള അക്കൗണ്ട് നിന്നാണ് ആഫ്റ്റർ +2 എന്താണ് പ്ലാന്. കേട്ട് ഞാൻ മടുത്തു. എനിക്ക് പ്രത്യേകിച്ച് പ്ലാൻ ഒന്നുമില്ല, എനിക്കിതൊരു തീരുമാനമായിട്ടില്ല, അതുകൊണ്ട് എന്താ പറയേണ്ടത് അറിയില്ല. തീരുമാനമായിട്ടില്ല, മേ ബി ഡിഗ്രി ആയിരിക്കാം. നെക്സ്റ്റ് ഋതി പറഞ്ഞിട്ടൊരു അക്കൗണ്ട് നിന്നാണ്. കമ്മിറ്റഡ് ആണോ എന്നാ ചോദിച്ചിട്ടുള്ളത്. മോനെ മനസ്സിൽ ലഡ്ഡു പൊട്ടി. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, കമ്മിറ്റഡ് ഒന്നല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വീട്ടിൽ ആരൊക്കെ ഉണ്ട് എന്നാണ്. വീട്ടില് അച്ഛനുണ്ട്, അമ്മയുണ്ട്, ഞാനുണ്ട്, അനിയത്തിയുണ്ട്. നെക്സ്റ്റ് അമ്മൂസ് ക്രേസി ഡാൻസ് പറഞ്ഞിട്ടുള്ളതാണ്. ഈ ഒരു പേഴ്സൺ എന്റെ എല്ലാ വീഡിയോസും നല്ല രീതിയിൽ കാണാനും കമന്റ് ഇടലും സപ്പോർട്ടിങ് ഒക്കെ ഉള്ള ഒരു സിസ്റ്റമാണ്. ഐ മീൻ നല്ലൊരു പേഴ്സൺ ആണ്. എല്ലാ വീഡിയോസിന്റെ ഇടയിലും കമന്റും കാര്യങ്ങളും കാണലുണ്ട്. അപ്പോൾ നമ്മളെ പേഴ്സണലി അടുത്തറിയുന്നൊക്കെ പറഞ്ഞില്ല, അങ്ങനെ എല്ലാ വീഡിയോസിലും ഇട്ടിട്ട് നമുക്കൊരു പരിചയമുണ്ട്. അപ്പൊ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല, എന്നാൽ കൂടെ നമുക്ക് എവിടെ ഒരു കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. ഐ മീൻ കമന്റും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ നല്ലൊരു സബ്സ്ക്രൈബർ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ, ഹു ഈസ് യുവർ മോട്ടിവേറ്റർ ആണ്. ഒബ്വിയസ്ലി മൈ മദർ. എന്റെ അമ്മയാണ് എന്റെ മോട്ടിവേറ്റർ, വേറെ ആരുമല്ല. പിന്നെ അനിയത്തിയും ചെറുതായിട്ടുണ്ട്. കമ്മിറ്റഡ് ആണോ എന്നാണ് രണ്ടാമത്തെ ചോദ്യം. കമ്മിറ്റഡ് അല്ല. പിന്നെ എത്ര പ്രപ്പോസൽ വന്നിട്ടുണ്ട്, അത് ഞാൻ എങ്ങനെയാ പറയാ. അത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലവർ പറയും തെറ്റാണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. എന്നാലും ഒരു ചടപ്പാണ് പറയാൻ. പ്രപ്പോസൽ വന്നിട്ട് കഴിഞ്ഞാൽ ഞാൻ യൂട്യൂബിൽ അല്ലെങ്കിൽ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ വന്നതിന് ശേഷം അങ്ങനെ സീരിയസ്ലി ചിലവരിങ്ങനെ ഫേക്ക് ആയിട്ടൊക്കെ അയക്കുന്നവരുണ്ട്. പക്ഷെ സീരിയസ്ലി നല്ലൊരു അങ്ങനെ പ്രപ്പോസലും കാര്യങ്ങളൊക്കെ വന്നത് സോഷ്യൽ മീഡിയയിൽ വന്നതിന് ശേഷം വന്നത് ഒരു 5 വന്നിട്ടുണ്ടാവും. പക്ഷെ സ്കൂളിലും കാര്യങ്ങളിലൊക്കെ ഒരു 2, 3, 4 ആ ഒരു റേഞ്ചിലേ വന്നിട്ടുള്ളൂ. ഇതിനിടയ്ക്ക് അങ്ങനെ ഒരു സാധ്യത ഇറക്കിയോ? പിന്നെ ഇനി ഇപ്പൊ ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞാലും പറയും കൂടെ അടിക്കാതെ പോകുന്നൊക്കെ പറയുന്നവര് പറയട്ടെ, എന്നാലും എന്നോട് ചോദിച്ച കാര്യം ഞാൻ പറയണല്ലോ. കേൾക്കാം, ഇനി നീ പറയുന്നത് എന്തും ഞാൻ കേൾക്കാം. നെക്സ്റ്റ് എത്ര പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരാളെ പ്രപ്പോസ് ചെയ്തിട്ടുള്ളൂ, അത് വർക്കൗട്ടും ആയിട്ടില്ല. നെക്സ്റ്റ് ഫേവറേറ്റ് സബ്സ്ക്രൈബർ. എനിക്ക് എല്ലാവരും ഫേവറേറ്റ് ആണ്. നെക്സ്റ്റ് ചോദിച്ചിട്ടുള്ളത് വീടിന്റെ ലൊക്കേഷൻ ആണ്. ഞാൻ പറഞ്ഞില്ല, മലപ്പുറം തിരൂരാണ് വരുന്നത്. പിന്നെ സബ്സ്ക്രൈബറിനെ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ റിയാക്ഷൻ എന്താണെന്നാണ്. പ്രത്യേകിച്ച് നല്ല ഹാപ്പി ആവും. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു കഴിഞ്ഞാൽ നല്ല ഹാപ്പി ആവും. എനിക്ക് 1K ആയ ഒരു ടൈമില് ഞാൻ കുറച്ച് എന്റെ കസിൻസിന്റെ ഒപ്പം ഒരു സ്ഥലം വരെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോ അവിടെ പോയപ്പോ ഒരു സബ്സ്ക്രൈബർ വന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. My God. അവന്റെ കസിൻസ് ഒക്കെ സീരിയസ്ലി നെട്ടി. കാരണം നമ്മൾ അത്ര വലിയ യൂട്യൂബേഴ്സ് ഒന്നും ആയിട്ടില്ല. അപ്പോ ഇങ്ങനെ വന്ന് നമ്മളെടുത്ത് വന്നിട്ട് ഒരാൾ സബ്സ്ക്രൈബർ പറഞ്ഞ് സംസാരിക്കുമ്പോൾ നല്ല ഹാപ്പിനെസ് ആണ്. എനിക്ക് നല്ല ഹാപ്പി ആവും പേഴ്സണലി. ഇനി ചിലപ്പം അവരെ കാണുമ്പോൾ ഒരു എക്സ്പ്രഷനും കാര്യങ്ങളും അതൊക്കെ നമ്മൾ അനുഭവിക്കുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ. അതിപ്പോ ഞാൻ എങ്ങനെ വീഡിയോയിൽ പറയാം. നെക്സ്റ്റ് ചോദിച്ചിട്ടുള്ള അംബീഷനാണ്. എനിക്ക് പ്രത്യേകിച്ച് അംബീഷൻ ഒന്നും ഇല്ല കേട്ടോ. ഓരോരുത്തർക്കും ഓരോരോ അംബീഷൻസ് ഉണ്ടാവും. എനിക്ക് ഇതുവരെ പേഴ്സണലി ഒരു അംബീഷനും ഫീൽ ചെയ്തിട്ടില്ല. ഇനി നിക് നെയിം ആണ് ചോദിച്ചിട്ടുള്ളത്. അതിന്റെ പേരിൽ തന്നെ ഉണ്ട് അഭിനന്ദ് നന്ദു എന്നാണ് എന്നെ പേഴ്സണലി നിക് നെയിം പറയാന്. നന്ദു. പിന്നെ ഓരോരുത്തരും ഓരോന്നാണ് വിളിക്കുക. മാമരോട് ഒന്നാണ് വിളിക്കുക, അങ്ങനെയൊക്കെ വിളിക്കും. പക്ഷെ നന്ദു എന്നാണ് എന്റെ നിക് നെയിം. പിന്നെ ഡന്ന് പറഞ്ഞിട്ടുള്ള ഒരു അക്കൗണ്ട് ആണ് വേറൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. എക്സ്പെക്ടഡ് സ്കോറിംഗ് +2 എക്സ്പെക്ട് ചെയ്യുന്ന സ്കോർ. ഞാൻ ഒരു സ്കോർ എക്സ്പെക്ട് ചെയ്യണില്ല, കാരണം ഏകദേശം തീരുമാനമായിട്ടുണ്ട്. അത് നമുക്ക് റിസൾട്ട് വരുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. എക്സാം എഴുതി കഴിയുമ്പോൾ മനസ്സിലാവും. ഏകദേശം തീരുമാനമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതൊന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല. കിട്ടിയത് വെച്ച് ഞാൻ തൃപ്തിയാവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സാന്ദ്രാസ് പറഞ്ഞിട്ടുള്ള ഒരു അക്കൗണ്ട് നാട്ട് വന്നിട്ടുള്ളത്. ഹോബി എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഹോബി ഫോണൊന്നും ഇല്ലാത്ത ടൈമിലായിരുന്നെങ്കിൽ ഡ്രോയിങ്, ഡാൻസിങ്, റീഡിങ്, പിന്നെ TV കാണും. കൂടുതൽ സമയത്തും TV കാണലായിരുന്നു. പക്ഷെ ഇപ്പോ ഫ്രീ കിട്ടുമ്പോഴൊക്കെ ഫോൺ യൂസ് ചെയ്യാറാണ്. പിന്നെ വല്ലപ്പോഴും ഡാൻസിങ് ഒക്കെ ചെയ്യാറുണ്ട്. പിന്നെ അംബീഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് എനിക്കൊരു അംബീഷനും കാര്യങ്ങളും ഇല്ല, അത്രേ ഉള്ളൂ. പിന്നെ ഫേവറേറ്റ് യൂട്യൂബർ ആണ് ചോദിച്ചിട്ടുള്ളത്. എനിക്ക് SKJ ടോക്സ് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനൽ നല്ല ഇഷ്ടമാണ്. ഞാൻ വീഡിയോസ് കാണലുണ്ട്. അവരെ വീഡിയോസിന് വേണ്ടി ഇങ്ങനെ നെക്സ്റ്റ് എപ്പിസോഡിന് അല്ലെങ്കിൽ നെക്സ്റ്റ് വീഡിയോക്ക് വേണ്ടിയിട്ട് ഞാനിങ്ങനെ എക്സ്പെക്ട് ചെയ്ത് നിൽക്കും, പെട്ടെന്ന് വരാൻ വേണ്ടിയിട്ട്. എല്ലാ ഫ്രൈഡേസ് ആണ് SKJ ടോക്സിൽ വീഡിയോസും കാര്യങ്ങളും വരാറ്. പിന്നെ എനിക്കിപ്പോ പ്രണവ് കൊച്ചുവിന്റെ ചാനൽ ഇഷ്ടാട്ടോ. ഞാൻ എല്ലാ വീഡിയോസും കാണലുണ്ട് പ്രണവ് കൊച്ചുവിന്റെ. നെക്സ്റ്റ് വന്നിട്ട് ഫേവറേറ്റ് ഫുഡാണ്. എല്ലാവർക്കും ഒബ്വിയസ്ലി ബിരിയാണിയാണ്. പക്ഷെ എനിക്ക് ബിരിയാണി അല്ല കേട്ടോ ഇഷ്ടം. എനിക്ക് നെയ്ച്ചോറും ചിക്കൻ കറിയും ആണ് ഇഷ്ടം. പിന്നെ നെക്സ്റ്റ് ഫേവറേറ്റ് ആക്ടർ ആണ്. എനിക്ക് ആദ്യം ഫേവറേറ്റ് ആക്ടർ പൃഥ്വിരാജ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ കറന്റ്ലി എനിക്ക് ഷറഫുദ്ദീന്റെ മൂവീസ് ഒക്കെ അടിപൊളിയാട്ടോ. എനിക്ക് പേഴ്സണലി ഇപ്പോ ഷറഫുദ്ദീന്റെ മൂവീസ് ഒക്കെ നല്ല രീതിയിൽ ഇഷ്ടമാണ്. അതുകൊണ്ട് ഫേവറേറ്റ് ആക്ടർ ഷറഫുദ്ദീൻ. ഹു ഈസ് ദ മോസ്റ്റ് സപ്പോർട്ടീവ് പേഴ്സൺ ആണ് ചോദിച്ചിട്ടുള്ളത്. ഒബ്വിയസ്ലി മൈ മദർ, സിസ്റ്റർ. എന്റെ അമ്മ അനിയത്തിയാണ് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു 2 വ്യക്തികൾ. മോസ്റ്റ് സപ്പോർട്ടീവ് പേഴ്സൺസ് ആണ് ചോദിച്ചിട്ടുള്ളത്.
പിന്നെ ഫാമിലിയിലാണെങ്കിൽ അഞ്ജു ചേച്ചി നല്ല സപ്പോർട്ടീവ് ആണ്. മനസ്സിലായോ? ഓരോ കാര്യങ്ങൾക്കാണെങ്കിലും ഇപ്പൊ നമുക്ക് എന്തെങ്കിലും പേഴ്സണലി എന്തെങ്കിലും ഹേർട്ടായ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മളെ സപ്പോർട്ട് ചെയ്യാറുണ്ട് ഓരോ കാര്യത്തിനാണെങ്കിലും. അതുകൊണ്ട് തന്നെ എനിക്ക് ഇവർ 3 പേരെയാണ് എന്റെ മോസ്റ്റ് സപ്പോർട്ടീവ് പേഴ്സൺസ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ലൈഫിൽ ഏറ്റവും ഹാപ്പിനെസ് തോന്നിയ ഒരു മൊമെന്റ് ആണ്. ലൈഫിൽ ഏറ്റവും ഹാപ്പിനെസ് തോന്നിയ ഒരു മൊമെന്റ്, ഞാൻ അങ്ങനെ കൂടുതൽ സന്തോഷം വന്ന് കരയണ ഒരാളല്ല. പക്ഷെ എനിക്ക് സന്തോഷം കൊണ്ട് കണ്ണുനീര് വന്നൊരു നിമിഷമായിരുന്നു എനിക്ക് 10th ഫുൾ A+ കിട്ടിയ സമയം. എനിക്ക് അത് കൂടുതൽ ആൾക്കാർക്കും വലിയ കാര്യങ്ങളൊന്നും ആവൂല, റിസ്ക്കും അല്ല. പക്ഷെ എനിക്ക് പേഴ്സണലി അത്രയും ഹാപ്പിനെസ് ഉണ്ടായ ഒരു നിമിഷം അതായിരുന്നു കേട്ടോ. കാരണം ഞാൻ സന്തോഷം കൊണ്ട് കരഞ്ഞൊരു നിമിഷം. ഇതുവരെ ഞാൻ വേറെ ഒന്നിനും കരഞ്ഞിട്ടില്ല. ആ ഒറ്റൊരു കാര്യത്തിലായിരുന്നു എനിക്ക് ഫുൾ A+ കിട്ടിയപ്പോഴായിരുന്നു. കാരണം ഞാൻ അത്രയും ഹാപ്പി ആയ ഒരു നിമിഷമായിരുന്നു കേട്ടോ. അത് പലർക്കും അതൊരു പുച്ഛമായി. ഇനിയിപ്പോ ഈ ഒരു കമന്റ് ബോക്സിൽ ഞാൻ വന്ന ഒരുപാട് പേര് പറയുന്നുണ്ടാവും, കുറെ നെഗറ്റീവ് പറയുന്നുണ്ടാവും. പക്ഷെ ഞാൻ അത് ബോധർ ചെയ്യുന്നില്ല. എന്റെ ഏറ്റവും ഹാപ്പിനെസ് ആയിട്ടുള്ള ഒരു മൊമെന്റ് അതായിരുന്നു കേട്ടോ. എനിക്ക് എന്റെ കാരണം എന്റെ ഫാമിലി കൂടെ. പക്ഷെ ഇനി +2 അങ്ങനെയാണോന്നും ഒരു നിർബന്ധമില്ല, ഉണ്ടാവില്ല, അതെനിക്ക് ഉറപ്പാണ്. നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് ഗെയ് സ്ക്വാഡ് പ്രൈവറ്റ് ലിമിറ്റഡ് പറഞ്ഞിട്ടുള്ള ഒരു അക്കൗണ്ട് എന്നാണ് വന്നിട്ടുള്ളത്. വാട്ട് മേക്സ് യു മോർ ഹാപ്പിയർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എനിക്ക് എന്റെ ഫാമിലിയോടൊപ്പം സ്പെൻഡ് ചെയ്യുമ്പോഴാണ് കൂടുതൽ ഹാപ്പിനെസ്. പിന്നെ എന്റെ കസിൻസ് എല്ലാവരും ഉണ്ടാകുമ്പോൾ അതൊക്കെ പ്രത്യേക ഒരു വൈബാണ്. എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടമാട്ടോ. അതൊക്കെ എന്നെ കൂടുതൽ ഹാപ്പി ആക്കാറുണ്ട്. അപ്പൊ ഫ്രണ്ട്സ്, നമ്മുടെ Q&Aക്ക് തന്നിട്ടുണ്ടായിരുന്ന എല്ലാ കമന്റിനും നമ്മൾ റിപ്ലൈ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ Q&A വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇനിയും ഒരുപാട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയാം. ഒരു വീഡിയോക്കുള്ള ഒരു ടൈം ആവുമ്പോൾ അല്ലെങ്കിൽ വീഡിയോ ചെയ്യാനുള്ള ഒരു കമന്റ് ആവുമ്പോൾ ഞാൻ എന്തായാലും ഇതിന് പാർട്ട് 2 ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ അതിന്റെ ഈ വീഡിയോ ഇതുവരെ കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു. കാരണം ബാക്ക്ഗ്രൗണ്ടിൽ നോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, അതൊക്കെ ക്ഷമിച്ച് നമ്മുടെ വീഡിയോസ് ഫുള്ള് കണ്ട എല്ലാവർക്കും താങ്ക് യു. വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഒരുപാട് പേര് കാണുന്നത്. നിങ്ങളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും കേട്ടോ. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ദിസ് ഈസ് അബ്നൻ സൈനിങ് ഔട്ട്. ബൈ.